മോളെ നമസ്കാരം. നമസ്കാരം. അമീഷ. വോട്ടുണ്ട് ഇത്തവണ? വോട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സാധ്യതകൾ എങ്ങനെ? സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നല്ല വ്യക്തിയാണല്ലോ ആള്. അതിന്റെ പേരിലും നമുക്ക് തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉള്ള 3 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിന് നമുക്ക് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും ഒക്കെ സുരേഷ് ഗോപി തന്നെയാണ്. പാവങ്ങളൊക്കെ ഇഷ്ടംപോലെ സഹായിച്ചിട്ടുണ്ട്. നമ്മള് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേട്ടിട്ടില്ലേ? എന്താണ് ആ ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം? അത് അവിടെ ഓൾറെഡി ഭരിക്കുന്നവർ തന്നെ അവിടെ നമ്മളെ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇപ്പോ പ്രതാപനാണ് നമ്മുടെ ഇപ്പോഴത്തെ MP. ആള് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആള് പാർലമെന്റിലായിട്ടും ഒന്നും അവതരിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സുരേഷ് ഗോപിയാണ് അത് മോദിയുടെ ശ്രദ്ധയിൽ വരെ എത്തിച്ചതും സുരേഷ് ഗോപി തന്നെയാണ്. ഇപ്പൊ മറ്റേ റാലി നടത്തിയതായാലും ഒക്കെ സുരേഷ് ഗോപി തന്നെയാണ് നമുക്ക് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളത്. ഈ 5 വർഷം TN പ്രതാപനോട് MP ആയിട്ടിരുന്നല്ലോ, എന്താണ് ആളൊരു പ്രവർത്തനങ്ങളെ പറ്റി അഭിപ്രായം? ആള് എന്ത് പ്രവർത്തനാണ്? ഞാനിതുവരെ ഒരു പ്രവർത്തനം കണ്ടിട്ടില്ല. എനിക്കിവിടെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. തൃശ്ശൂരിലെ യുവജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ആയിരിക്കും. ഒരു തർക്കമില്ല. അതിന്റെ കാരണം നമുക്ക് പണ്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് ഒരു വോട്ട് ചെയ്ത് ശീലിച്ചവർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. രാഷ്ട്രീയം നോക്കിയിട്ട് വോട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മള് ഏതെങ്കിലും വയസ്സായവരോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ സ്ഥാനാർത്ഥി എന്ന് അറിയാതായിട്ടായിരിക്കും അവര് വോട്ട് ചെയ്യാ. ആ ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഇപ്പൊ യുവജനങ്ങൾ കുറച്ച് ബുദ്ധിയുണ്ട്, ആലോചിക്കാൻ അറിവുണ്ട്. അപ്പൊ എന്തായാലും അവര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ അങ്ങനെ ഒരു അറിവുണ്ടോ? ഇഷ്ടംപോലെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിനെ പറ്റി അറിയോ? അതിപ്പോ നമ്മൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ റോഡ് പണി കാര്യങ്ങള് അത് വലിയൊരു സംഭവമാണ്. സുരേഷ് ഗോപി ജയിക്കും. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ജ്യോതി. ചേച്ചി, ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല സാധ്യത ഉണ്ടോ? സർവേ ഫലങ്ങളൊക്കെ ആൾക്ക് എതിരായിരുന്നല്ലോ. സുരേഷ് ഗോപിക്കാണ് സാധ്യതയുള്ളത്. പക്ഷേ ഈ സർവേ ഫലങ്ങളൊക്കെ എതിരായല്ലോ. എപ്പോ ഞങ്ങള് കണ്ട സർവേ ഫലങ്ങളൊക്കെ സുരേഷ് ഗോപി തന്നെ മുന്നിൽ നിൽക്കണ്ടായി. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, 24 തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇത് മാറിയപ്പോ സുരേഷ് ഗോപിക്ക് തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കും പറയുന്നത്? സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്നേഹിയാണ്. അതുകൊണ്ടാണ്. ബാക്കി 2 സ്ഥാനാർത്ഥികൾ മനുഷ്യ സ്നേഹികളല്ല. അല്ല, മുരളീനെ പറ്റി തീരെയും പറയാൻ പറ്റില്ല. സുനിൽകുമാർ പിന്നെയുണ്ട്. വലിയ തരത്തിൽ മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ നാട്ടുകാർ വോട്ട് ചെയ്യണോ സുരേഷ് ഗോപി? നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരും പിന്നെ പേപ്പർ വായിക്കുന്ന ആൾക്കാരും എന്തായാലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോ നമ്മുടെ സേവാഭാരതി കേരളം മുഴുവൻ സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കേരളം മുഴുവൻ BJP ജയിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? പക്ഷെ അങ്ങനെയല്ലല്ലോ ഇത്ര നാൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴും ബോധം ശരിയായിട്ടില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചപ്പ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ഇന്ത്യ എന്താണെന്നോ കേരളത്തിൽ അതൊന്നും അവർ ചിന്തിക്കണില്ല. അവരിവിടുത്തെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഭാരതത്തിനെ കുറിച്ച് അവർ ചിന്തിക്കണേ ഇല്ല. അതുകൊണ്ടാണ് മാറ്റം വന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ വീടുകളിൽ കയറുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്ത്രീകളുടെ ഇതാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അവര് BJP വോട്ട് ചെയ്യാൻ സാധ്യത മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേയൊക്കെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് മതത്തിലാണ്? മുസ്ലിംസിനാണ് കുറച്ചുകൂടി മാറ്റം കണ്ടിരിക്കുന്നത്. മാറ്റമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയയാണ് കൂടുതൽ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ അപ്പം നമ്മൾ അറിയല്ലേ, ആശയവിനിമയം കൂടുതൽ വേഗം നടക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് അവര് അറിയുന്നുണ്ട് എന്തൊക്കെ നടക്കണു, രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കണു. അതിന്റെ പേരിലായിരിക്കും. അതാണ് നമുക്ക് വിഷമമുള്ള ഏറ്റവും വലിയ. നമ്മുടെ അടുത്ത് തന്നെ, എൻ്റെ അടുത്ത് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് തന്നെ പലരും പറയും ഇത്രയും പൈസ ഞങ്ങൾ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ പൈസ ആ സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും കഷ്ടപ്പാടുകൾ പറഞ്ഞ് കരയണ അച്ഛനമ്മമാർ ഞാൻ കണ്ടിട്ടുണ്ട്. സുനിൽകുമാർ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അതിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറിയോ? ഇല്ല, ചെയ്തിട്ടില്ല. തട്ടിപ്പിന് ഇരയായ ആൾക്കാർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവെന്റെ. ആ വഴി കരുവന്നൂർക്കുള്ള വഴി ആദ്യം അങ്ങേരോട് ചോദിക്കണം. അറിയോന്ന്? സുനിൽകുമാറോട് ചോദിക്കണോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ. പാവപ്പെട്ട ഇവര് ആദ്യം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ എന്താ?
പണ്ട് കാലത്ത് നമ്മൾ പറയും പാവപ്പെട്ടവന്റെ പാർട്ടിയാന്ന് ചോദിക്കും. ഇന്നത്തെ ആയിരത്തെ നേതാക്കന്മാരെടുത്ത് തുടങ്ങി നോക്കി കഴിഞ്ഞാൽ എന്ത് ജോലി എടുത്തിട്ടാ നിങ്ങളെ റിപ്പോർട്ടർമാർ ചോദിക്കണം. ഒരു ഇലക്ഷന് അവര് MLA ആയിട്ട് മന്ത്രിയോ ആയിട്ട് കയറി കഴിഞ്ഞാൽ അവരെ ആസ്തി, അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ ആസ്തി എത്രയാണെന്ന് നിങ്ങളെ പോലുള്ള റിപ്പോർട്ടർമാരായാലും നിങ്ങൾ അന്വേഷിച്ചിരിക്കണം. കയറുമ്പോൾ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര ആസ്തി ഉണ്ട് അവർക്ക്, അത് കഴിഞ്ഞ് ഇവര് 5 വർഷം തികച്ച് ഭരിച്ചിറങ്ങുമ്പോൾ ഇവരുടെ ആസ്തി എത്രയാന്ന് കോമൺ സെൻസ് ഉള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു പണിയും ചെയ്യാണ്ട് 300-200 കോടി ആസ്തി ഇവന് എങ്ങനെ ഉണ്ടായി? നല്ല രീതിയിൽ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും നല്ല രീതിയിൽ ജോലി ചെയ്ത് തല കുമ്പിട്ട് നിന്ന് പണിയെടുത്തിട്ടും അവൻ്റെ മക്കളെ കരകയറ്റാൻ ആജീവനാന്തം പാടുപെടുന്നു. അങ്ങനെയുള്ളവർ ഒരു പണി എടുക്കാണ്ട് വയർപ്പിൻ്റെ അസുഖം ഇല്ലാണ്ട് എങ്ങനെ ഇത്ര അധികം പൈസ ഉണ്ടാക്കണം? അത് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? അപ്പോൾ സാധാരണ ബോധമുള്ള ആൾക്കാർ ചിന്തിക്കും ഇതെങ്ങനെയെന്നുള്ളത്. നല്ല നിലയ്ക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും നല്ല അതിനൊരു തർക്കമില്ല. ഞാൻ അതിന്റെ പേരിൽ ഇനിയിപ്പോ എന്തൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നാലും നോ പ്രോബ്ലം ആണ്. എന്താ സംശയം? പണ്ട് നമ്മൾ പറയും പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്, ഇന്ന് പാവപ്പെട്ടവന്റെ പാർട്ടിയാണോ? കോടികളുടെ സമ്പത്തല്ലേ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ കയ്യിൽ. ഇവരാരെങ്കിലും നേർവഴിക്ക് ജോലി എടുത്ത ചരിത്രം ഉണ്ടായിണ്ടോ? ആരായാലും ഇപ്പൊ സുരേഷ് ഗോപിനെ പറയും അദ്ദേഹം ചോര നീരാക്കി അധ്വാനിച്ച പൈസ എടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അത് ആ വ്യക്തിത്വത്തിനോടുള്ള ആദരവാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു ആരും പറയാണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കണം. ഞങ്ങൾ ആരും കമ്പൽ ചെയ്തിട്ട് വന്ന ആൾക്കാരല്ല. ആ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള ആദരവ് ഈ നെഞ്ചിലായിട്ട് നടക്കണ കാരണം. ചേച്ചി നമസ്കാരം. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ശ്രീനിത. ചേച്ചി, ഇവിടെ സുരേഷ് ഗോപിക്ക് സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർവേ ഫലങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു വിഭാഗം മാധ്യമങ്ങൾ UDF-നും ഒരു വിഭാഗം LDF-നുമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഞങ്ങളിപ്പോൾ ഇതിൽ കുറച്ച് നാളായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും സുരേഷ് ഗോപി ജയിക്കുന്നത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതിൽ മുന്നേ നടന്ന സമയത്തുള്ള ഒരു പ്രതികരണമല്ല ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയത്. എന്നുവെച്ചാൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണം ഉണ്ട്. ഇപ്രാവശ്യം ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മളോട് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ജയിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളുടെ വോട്ട് കൂടുതൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അത് ഉറപ്പായിട്ടും കിട്ടും. ഈ തീരദേശ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ നാട്ടിക, തളിക്കുളം, വാടാനപ്പള്ളി, ചാവക്കാട് പോലുള്ള സ്ഥലം, ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ മുക്കോ സമുദായത്തിന്റെ വോട്ടാണ്. മുക്കോ സമുദായം ഇത്തവണ കഴിഞ്ഞ വട്ടം UDF-നാണ് പോയിരിക്കുന്നത്. ഇത്തവണ അത് സുരേഷ് ഗോപിക്ക് വരാൻ സാധ്യതയുണ്ട്. അത് TM പ്രതാപിനോട് കൂടി അവർക്ക് ഏതാണ്ട് ഒരു തീരുമാനത്തിൽ അവർ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കിട്ടും. ഇതില് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ VS സുനിൽകുമാർ, ആളുടെ ഒരു പ്രവർത്തന കാര്യങ്ങളിലൊക്കെ എന്താണ്? ആള് വലിയ മുന്നേറ്റമുണ്ടോ? ആള് വ്യക്തിപരമായിട്ട് ആളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ലോക്സഭയിൽ ആള് പോയിട്ട് വലിയ ഉപകാരം ഉണ്ടാവും ആർക്കും തോന്നുന്നില്ല. ഈ വ്യക്തിപരമായിട്ട് നല്ല അഭിപ്രായമുള്ള ആള് ഈ കരുവന്നൂരിലെ തട്ടിപ്പിനിരയായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ കാണാൻ പോയിട്ടില്ലല്ലോ. ഈ നല്ല വ്യക്തിയാണെങ്കിൽ ആളെ കാണില്ലേ? നിങ്ങൾ പിന്നെ എന്താണ് ആളെ നല്ല വ്യക്തി എന്ന് പറയുന്നത്? എനിക്ക് പേഴ്സണലി അയാൾ അറിയില്ല. പക്ഷെ അയാൾ അറിയുന്നവർ നമ്മൾ പുറത്ത് നടക്കുന്ന സമയത്ത് കുറേ പേര് പറയുന്നുണ്ട് ആളൊരു നല്ല വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. കൃഷിക്കാർക്ക് ആളോട് ഭയങ്കരമായിട്ട് എന്തോ പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിരുന്നു നമ്മൾ പോയ സമയത്തൊക്കെ. കരുവന്നൂരിലെ പാവങ്ങള്, തട്ടിപ്പിനിരയായിട്ടുള്ള പാവങ്ങളെ കാണാൻ ആൾ പോയിട്ടില്ലല്ലോ. അപ്പൊ ആൾക്ക് ഇപ്പൊ ഇലക്ഷൻ വോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. ആൾക്ക് സാധ്യതയില്ല. നമ്മൾ സുരേഷ് ഗോപിക്ക് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു.